ഹായ് ഫ്രണ്ട്സ്, അമ്മ ഒരു ക്രിസ്തല പപ്പയ ഉണ്ടാക്കിയാണ്. അമ്മയെ എല്ലാവരും സഹായകരം ചെയ്യണമെന്ന് ആവശ്യിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഇത് കണ്ടില്ലേ, ഗ്ലാസ് ഷീറ്റ് കൊണ്ട് നമ്മളൊരു സാൻഡേനയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഗ്ലാസ് ഷീറ്റ് എടുത്ത് സ്കെയിലിൻ്റെ വലിപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യമേ ആ സെൻറ്റർ മടക്കിക്കൊണ്ടാണ് ഒരു ഹെഡിൻ്റെ പോർഷൻ നേരത്തെ കാണിച്ച കണക്ക് ഹെഡിൻ്റെ പോർഷൻ നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇനി ഓരോന്നും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് പീസ് ഓരോ ഷേപ്പാക്കി മാറ്റി അങ്ങ് വെക്കുകയാണ്. ഇന്നിപ്പം എന്ന് വെച്ചാൽ ഇത് താടിക്ക് വേണ്ടിയിട്ടാണ്. അത് കണ്ടില്ലേ, തിരിച്ചും മറിച്ചും നമ്മൾ മടക്കി നല്ല പോലെ പ്രസ് ചെയ്ത് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മടക്കിലാണ് അതിൻ്റെ ഷേപ്പ് നമുക്ക് അറിയുന്നത്. അതുപോലെ തന്നെ ഷേപ്പ് അറിയുന്നതിൻ്റെ കൂടെ ഒരു സൈഡും കൂടി ഒട്ടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. ആ ഷേപ്പ് രണ്ടും നമ്മൾ കട്ട് ചെയ്ത്, ഇതിപ്പോൾ ഹെഡ് പോർഷന് വേണ്ടിയിട്ട് ഷേപ്പ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി അത് കട്ടും ചെയ്ത് ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ് പോർഷൻ്റെ ഒട്ടി എടുത്തു കഴിഞ്ഞ് ഇനിയെന്ന് വെച്ചാൽ ആ ഒരു താടിക്കുള്ള നമ്മൾ ഷേപ്പ് മാറിപ്പോവാതിരിക്കാനാണ് അവിടെ ലൈറ്റർ വെച്ചിരിക്കുന്നത്. അതും കട്ട് ചെയ്ത് ഈ വയറിനുള്ള ഷേപ്പ് നമ്മൾ വെറുതെ ഒരെണ്ണം എടുത്ത് നീളത്തിൽ അത് വയറിൻ്റെ കണക്ക് വളച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. മാറിപ്പോകാതിരിക്കാൻ ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് ഷേപ്പ് അളന്നെടുത്ത് അത് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ആ ഒരു കൈയുടെ പോർഷനും അതുപോലെയാണ്. വെറുതെ ആ നീളത്തിലൊരു സാധനം എടുത്ത് രണ്ട് സൈഡിലും നീളത്തിൽ ആ ഒരു പീസ് എടുത്ത് രണ്ട് സൈഡിലും മടക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, രണ്ട് ഹാൻഡായി. ഇനി താഴോട്ടുള്ള ആ ഡ്രസ്സിന് വീണ്ടും വേറെണ്ണം എടുത്ത് ഒരു സൈഡ് മടക്കിയാണത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതെന്ന് വെച്ചാൽ ലെഗിൻ്റെ പോർഷന് അതും ഈ കാണിക്കുന്ന കണക്കാണ്. ഒരേ ലെവൽ, ഈക്വൽ ലെവൽ നമ്മൾ ഏറ്റവും താഴെ മടക്കി അതിന് ശേഷം ഒന്നും കൂടി മടക്കി അതിന് ശേഷമാണ് ആ കാലിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഇത് കണ്ടില്ലേ, ഈ ഒരു മടക്കാണെങ്കിൽ നമുക്ക് ആ ഒരു കാലിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഷേപ്പ് നമ്മളൊന്ന് മടക്കി റഫായിട്ടൊന്ന് മടക്കി നോക്കിയതിന് ശേഷം വേണം അത് ഒട്ടിച്ചെടുക്കാൻ. ഇനി ഇതിപ്പോൾ ഒരു ലെഗ് അതേപോലെ തന്നെ വേറെ മറ്റേ ലെഗ് സെയിം ആയിട്ട് നമ്മൾ മടക്കി തന്നെ എടുക്കണം. ഇനി അതിൻ്റെ മേളിൽ വയ്ക്കാനുള്ള ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് ഷീറ്റ് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞ് അപ്പം രണ്ട് കാലും ഈക്വലായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് തന്നെ എടുക്കണം. ഇതിപ്പോൾ ഞാൻ സാൻഡേനെ ഇതിലൊന്ന് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഏതായാലും ട്രൈ ചെയ്തപ്പോൾ അത് ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പം എല്ലാം ഇതിപ്പോൾ ഒന്ന് മനസ്സിലാക്കാനുള്ള OHP ഷീറ്റിൻ്റെ ഗ്ലാസ് ഷീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മോഡൽ എല്ലാം നമുക്ക് ഒടിച്ച് മടക്കി നമുക്ക് ചിലപ്പോൾ ഒടിയുമ്പം ചിലപ്പോൾ തന്നെ നമുക്കത് ബേർഡായിട്ട് തോന്നാം, ചിലപ്പം അത് ഒരു പീക്കോക്ക് പല ബേർഡിൻ്റെ ഷേപ്പ് അത് ഓൾറെഡി തന്നെ വരും. അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഷീറ്റ് ഒട്ടിച്ചെടുത്ത് ആ ഗ്ലാസ് ഷീറ്റിൻ്റെ അകത്ത് വൺ സൈഡ് മാത്രമേ ആദ്യം നമ്മൾ ഒട്ടിച്ചെടുക്കാറുള്ളൂ. പിന്നെയാണ് അകത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒട്ടിച്ചെടുക്കുന്നത്. ഇതിപ്പം വൺ സൈഡ് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് രണ്ട് ലെഗും വൺ സൈഡ് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരേ ലെവൽ ഈക്വലായിട്ടാണ് നമ്മൾ മടക്കുന്നത്. അതിൽ ഈക്വലായിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കുന്നതും അതുപോലെ മടക്കുന്നതും. ആ ഒരു അളവ് നോക്കി തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു B7000 ആ ഒരു ഗമ്മ് നമ്മളതിൻ്റെ മുകളിൽ പശ തേക്കുകയാണ്. ഈ ഗമ്മാണ് ഏറ്റവും ബെസ്റ്റ് ഗമ്മ്. കാരണം മറ്റേ ഗമ്മെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ, അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു യെല്ലോയിഷ് കളർ ഗ്ലാസ് ഷീറ്റ് ആവുന്നുണ്ട്, അതിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഗ്ലാസ് ഷീറ്റ് ഒട്ടിയെടുക്കാനും പറ്റും. ആ ഒരു അടയാളം നമുക്ക് ഇതിൽ കൂടെ കാണേണ്ടതായിട്ടും ഇല്ല. ഭംഗിയായിട്ട് നമ്മൾ നീറ്റായിട്ട് എടുക്കുക. അതിപ്പോൾ രണ്ട് ലെഗ് ഒരേപോലെ നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് പല ഷേപ്പുകളും നമുക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാം. ബട്ടർഫ്ലൈയും എല്ലാം ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ചിട്ട് അവിടെ കൊണ്ടങ്ങ് മേലത്തെ ഷീറ്റ് അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ടൈറ്റായിട്ടൊരു ഒരു സാധനം പോലെ അതങ്ങ് ആയിക്കൊള്ളും. ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് നമ്മളതങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. ബാലൻസ് OHP ഷീറ്റ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ചെറിയ ഒരു സിസർ കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി സ്പേസ് വിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ട്. കാരണം സെയിം ഈക്വൽ ആകുമ്പോഴത്തേക്ക് ഇത് അകത്തോട്ട് കയറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം സാൻഡയാണ്. അത് ഇതിപ്പം കംപ്ലീറ്റ് വൺ സൈഡ് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഷേപ്പുകളെല്ലാം ഒട്ടിക്കഴിഞ്ഞ് ഇനി ആ ഷേപ്പിൻ്റെ അകത്ത് നമ്മൾ റെഡ് കളർ കൊടുക്കുകയാണ്. വൈറ്റും റെഡും താടിക്കും. ആ റെഡ് കൊടുത്തിട്ട് തന്നെ എൻ്റെ കയ്യിൽ ഗ്ലിറ്റേർഡ് പൗഡർ ഉണ്ടായിരുന്നു. അത് ഞാൻ
അതെല്ലാം ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഇത് ഫോം ഷീറ്റാണ്, ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് അതിനെ വീണ്ടും ഞാൻ ഡെക്കറേറ്റ് ചെയ്ത്, നമ്മുടെ കയ്യിലിപ്പം എന്തെല്ലാം ഉണ്ടോ അത് മുത്തുകൾ കൊണ്ടും വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് കൊണ്ട് ഞാനത് കവർ ചെയ്ത്, ഇനി ഏറ്റവും മുകളിലത്തെ കവറിങ് ആയിട്ടില്ല, കംപ്ലീറ്റ് ഡെക്കറേഷനാണ്. അതിൻ്റെ അകത്ത് ചെയ്തിട്ടേ മുകളിലൊരു കവറിങ് നമ്മൾ ചെയ്യത്തുള്ളൂ. അതായത് കണ്ടില്ലേ, ആ കൈയും നമ്മൾ ആ തോൾ ഭാഗം തൊട്ട് വളച്ച് വെച്ചിരിക്കുകയാണ്. വളരെ സാവകാശം ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഏറ്റവും മുകളിൽ ഞാൻ ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് അത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫിനിഷിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വേറൊരു ഫിനിഷിങ് ചെയ്യുന്നില്ല. അപ്പോൾ അകത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഗ്ലിറ്റേർഡ് പൗഡറൊക്കെ ഇട്ട് നല്ല മിനുസമാക്കി, ആ കണ്ണ് അതുപോലെ തന്നെ മീശ എല്ലാം, ആ ചുണ്ടും എല്ലാം നമ്മൾ അത് ബ്ലാക്കിഷ് ആയിപ്പോയി. വീണ്ടും ഞാനത് മാറ്റി ചേഞ്ച് ചെയ്താണ് ഈ ഒരു മോഡലാക്കിയത്. അപ്പോൾ കളറിങ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ഏറ്റവും മുകളിൽ സാൻഡയുടെ ഒരു ടോപ്പ് തൊപ്പിയിലും ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ച് ഭംഗിയാക്കി നമുക്ക് സ്റ്റാൻഡിൽ ഫിറ്റ് ലൈറ്റ് അക്ലിക് കളറുകൊണ്ട് അതിൻ്റെ ഔട്ട്ലൈനും ഇട്ട് ഭംഗിയാക്കി നമ്മൾ അതിൽ സ്റ്റാൻഡ്